കെ ശൈലജ കണ്ണൂരിൽ പേരാവൂരിൽ CPM സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥി പട്ടിക CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. MV ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റായ തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥിയാകും. മട്ടന്നൂരിൽ VK സനോജും തലശ്ശേരിയിൽ കാരായ രാജനും മത്സരിക്കും. ആദ്യം KK ശൈലജയുടെ പ്രതികരണത്തിലേക്ക്. അറിയില്ല, പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്നല്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാലല്ലേ സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിക്കുള്ളൂ. എനിക്ക് വേറെ അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അല്ല, അത് പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെയുണ്ട്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. 8-ാം തീയതിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഓക്കെ, പേരവരാര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കും. അജീഷ് ശേഖമാർ വാർത്തകൾ വിരമിച്ചിരുന്നു. അജീഷ്, മട്ടന്നൂർ അല്ലെങ്കിൽ മത്സരിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് KK ശൈലജ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ കുറച്ച് ഉറച്ചു നിന്നിരുന്നു. പിന്നീടാണ് അതിൽ നിന്ന് മാറിയത് എന്നൊക്കെ നമുക്ക് വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പേരാവൂരിൽ മത്സരിക്കാൻ KK ശൈലജയുടെ സന്നദ്ധതയോടുകൂടിയുള്ള തീരുമാനമാണോ അജീഷ്? മട്ടന്നൂരിൽ 2 ടേം വ്യവസ്ഥ വന്നതോടെയാണ് KK ശൈലജ ടീച്ചറിന് മാറേണ്ടി വന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പേരാവൂരിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പിന്നീട് ഈ ആവശ്യം KK ശൈലജ തന്നെ അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴും പേരാവൂരിൽ KK ശൈലജയെ തന്നെ മത്സരിപ്പിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടുത്തെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ്റെ പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിലും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കണമെങ്കിൽ വലിയ പ്രതിച്ഛായയുള്ള നേതാവായിട്ടുള്ള KK ശൈലജയെ തന്നെ ഇറക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് KK ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം വന്നത്. നേരത്തെ അവിടെ നിന്ന് 2006 ജയിച്ച് MLA ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് KK ശൈലജ. പിന്നീടാണ് അവിടുന്ന് കൂത്തുപറമ്പിലേക്കും പിന്നീട് മട്ടന്നൂരിലേക്കും KK ശൈലജ മാറിയത്. എന്തായാലും 2-ാം അംഗത്തിന്, അതായത് പേരാവൂരിൽ ഒരു 2-ാം അംഗത്തിന് KK ശൈലജ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ 4000-ന് താഴെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് സണ്ണി ജോസഫ് പേരാവൂരിൽ ജയിച്ചു കയറിയത്. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുള്ള ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ. അങ്ങനെയാണ് പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കുന്നത്. മട്ടന്നൂരിൽ കുറച്ചും കൂടി LDFന് സേഫ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ KK ശൈലജ ജയിച്ച മണ്ഡലമാണ്. 60,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണ DYFയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പേരൊന്നും അവിടെ ഉയർന്നു വന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തളിപ്പറമ്പ് മണ്ഡലമാണ്. അവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ആ സീറ്റിൽ നിന്ന് മാറ്റാൻ കാരണം. അദ്ദേഹം ഒരു തവണ മാത്രമാണ് തളിപ്പറമ്പിൽ ഇത്തവണ മത്സരിച്ചത്. 2 ടേം അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല. പക്ഷേ അവിടെ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമളയാകും LDF മത്സരിപ്പിക്കുക. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെ CPMുമായിട്ട് CPM സജീവ CPM പ്രവർത്തക കൂടിയാണ് PK ശ്യാമളയായിരിക്കും തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. മറ്റു മണ്ഡലങ്ങളിൽ പയ്യന്നൂർ TI മധുസൂദനൻ തന്നെ, അദ്ദേഹം ഒരു തവണ മാത്രമാണ് മത്സരിച്ചത്. അഴീക്കോട് KV സുമേഷ് തന്നെയായിരിക്കും. കല്യശ്ശേരി M വിജയനായിരിക്കും മത്സരിക്കുക. അങ്ങനെ മറ്റു മണ്ഡലങ്ങളിലൊന്നും വലിയ മാറ്റമില്ല. തലശ്ശേരിയിലാണ് 2 ടേം ബാധകമായിട്ടുള്ള AN ഷംസീർ മാറി പകരം കാരായി രാജനായിരിക്കും അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു കാരായി രാജൻ. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ മറ്റു 3 മണ്ഡലങ്ങൾ, അത് കണ്ണൂർ, ഇരിക്കൂർ, കൂത്തുപറമ്പ്, ഈ 3 മണ്ഡലങ്ങൾ അത് ഘടകകക്ഷികൾക്കുള്ളതാണ്. കണ്ണൂരിൽ കോൺഗ്രസ് എസും. എന്തായാലും KK ശൈലജ പേരാവൂരിൽ മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാവുന്ന മട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ സണ്ണി ജോസഫ് KK ശൈലജ പോരാട്ടം വരും. KK ശൈലജയ്ക്ക് ഒരിക്കൽ അവിടെ ജയിച്ച ചരിത്രമുണ്ടെങ്കിലും പിന്നീട് ഈ പറയുന്ന സണ്ണി ജോസഫ് പലയാവർത്തി ജയിച്ചുകൊണ്ട് അത് അവരുടെ കരുത്തൻ കോട്ടയാണ് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന മണ്ഡലമാണ് പേരാവൂർ. അവിടെ KK ശൈലജ കൂടി വരുമ്പോൾ ഒരു ഗംഭീരമായ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.